എല്ലാവർക്കും നമസ്കാരം. ചലഞ്ചർ ആപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് കേരളത്തിന്റെ ഗതാഗതത്തെക്കുറിച്ച് പഠിപ്പിക്കാനായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം കൃത്യമായിട്ട് പഠിച്ചു പോവുക. അപ്പം സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ പറഞ്ഞു നമ്മുടെ കേരളത്തിലെ ട്രാൻസ്പോർട്ട് സിസ്റ്റമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പം ശ്രദ്ധിച്ചിരിക്കുക. അപ്പം ആദ്യം തന്നെ നമുക്ക് കേരളത്തിലെ റോഡുകളെ കുറിച്ചൊന്ന് പഠിച്ചാലോ? ശ്രദ്ധിച്ചിരിക്കുക. ഒരുപാട് മാറ്റം ഇപ്പൊ വന്നിട്ടുണ്ടല്ലേ? നോക്കിക്കേ, എല്ലാ ഗ്രാമങ്ങളെയും റോഡ് മുഖാന്തരം ബന്ധിപ്പിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് നമ്മുടെ കേരളം കേട്ടോ. അതൊരു വലിയ പ്രത്യേകതയാണ്. എല്ലാ ഗ്രാമങ്ങളെയും റോഡ് മുഖാന്തരം ബന്ധിപ്പിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് കേരളം. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് കേരളത്തിലെ ഏറ്റവും കൂടുതലുള്ള റോഡുകൾ പഞ്ചായത്ത് റോഡുകളാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതലുള്ള റോഡുകൾ പഞ്ചായത്ത് റോഡുകളാണ്. ഇനി അടുത്തത്, കേരളത്തിലെ ദേശീയ പാതകളുടെ ആകെ നീളം എന്ന് പറയുന്നത് 1781.56 കിലോമീറ്റർ ആണ്. അത് ആസ് പെർ കേരള സ്റ്റേറ്റ് ഇക്കണോമിക് റിവ്യൂ 2023. 2023 കേരള സ്റ്റേറ്റ് ഇക്കണോമിക് റിവ്യൂവിന്റെ ഫലമായിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് കേട്ടോ ഇത്. കേരളത്തിലെ ദേശീയ പാതകളുടെ ആകെ നീളം എന്ന് പറയുന്നത് 1781.56 കിലോമീറ്റർ ആണ് എന്നുള്ളത്. ഇത് നോക്കിയേ, കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ പാതകളുടെ എണ്ണം എത്രയാണ്? ദേശീയ പാതകളുടെ എണ്ണം 11 ആണ് കേട്ടോ. 11. കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ പാതകളുടെ എണ്ണം 11 ആണ്. അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ ദേശീയ പാത ഏതാണ്? അത് NH 544 ആണ് കേട്ടോ. NH 544 ആണ്. നോക്കിയേ, കേരളത്തിലൂടെ കടന്നു പോകുന്ന ഏറ്റവും നീളം കൂടിയ ദേശീയപാത ഏതാണ്? അത് NH 66 ആണ് കേട്ടോ. കേരളത്തിലൂടെ കടന്നു പോകുന്ന ഏറ്റവും നീളം കൂടിയ ദേശീയപാത NH 66 ആണ്. അപ്പൊ ശ്രദ്ധിക്കുക. അടുത്ത നോക്കിയേ, കേരളത്തിലൂടെ കടന്നു പോകുന്ന ഏറ്റവും നീളം കുറഞ്ഞ ദേശീയപാത ഏതാണ്? ഏറ്റവും നീളം കുറഞ്ഞ ദേശീയപാത ഏതാണ്? അത് NH 966B ആണ് കേട്ടോ. 966B ആണ്. നോക്കിയേ, കേരളത്തിലെ ആദ്യത്തെ റബ്ബറൈസ്ഡ് റോഡ് ഏതാണ്? റബ്ബറൈസ്ഡ് റോഡ് അത് കോട്ടയമാണ് കേട്ടോ. അപ്പം കേരളത്തിലെ ആദ്യത്തെ റബ്ബറൈസ്ഡ് റോഡ് കോട്ടയം കുമളിയാണ്. കോട്ടയം ടു കുമളിയാണ് റബ്ബറൈസ്ഡ് റോഡ്. അപ്പം കേരളത്തിലെ ആദ്യത്തെ റബ്ബറൈസ്ഡ് റോഡ് ഏതാണ്? കോട്ടയം കുമളിയാണ്. ഇനി അടുത്ത് നോക്കിയേ, സംസ്ഥാന പാതയുടെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നത് ആരാണ്? അത് പൊതുമരാമത്ത് വകുപ്പാണ് അല്ലെ? നമുക്കറിയാം, പൊതുമരാമത്ത് വകുപ്പാണ് സംസ്ഥാന പാതയുടെ അറ്റകുറ്റപ്പണികളൊക്കെ നടത്തുന്നത്. പൊതുമരാമത്ത് വകുപ്പാണെന്ന് നമുക്കറിയാം. ഇത് നോക്കിയേ, കേരളത്തിലെ ഏറ്റവും വലിയ സംസ്ഥാന പാത ഏതാണത്? MC റോഡ്. 240 കിലോമീറ്റർ ആണ്. MC റോഡ് 240 കിലോമീറ്റർ ആണ്. കേരളത്തിലെ ഏറ്റവും വലിയ സംസ്ഥാന പാത MC റോഡ് 240 കിലോമീറ്റർ ആണ്. ഇനി നോക്കിയേ, MC റോഡ് എന്നറിയപ്പെടുന്നത് മെയിൻ സെൻട്രൽ റോഡ്. MC റോഡ് മെയിൻ സെൻട്രൽ റോഡാണ്. ഏത്? MC റോഡ്. അപ്പൊ കേരളത്തിലെ ഏറ്റവും വലിയ സംസ്ഥാന പാത മെയിൻ സെൻട്രൽ റോഡ് 240 കിലോമീറ്റർ. MC റോഡ് എന്നറിയപ്പെടുന്നത് മെയിൻ സെൻട്രൽ റോഡ്. നോക്കിയേ, അപ്പൊ ശ്രദ്ധിക്കുക. അടുത്തത്, MC റോഡ് അറിയപ്പെടുന്ന മറ്റൊരു പേര് ഏതാണത്? സംസ്ഥാന പാത 1. സംസ്ഥാന പാത 1 SH1 ആണ്. ഏത്? MC റോഡ് അറിയപ്പെടുന്ന മറ്റൊരു പേര്. ഇനി അടുത്തതിലേക്ക് പോകാം. MC റോഡ് നിർമ്മിച്ച ദിവാൻ ആരാണത്? രാജാ കേശവദാസ് ആണ് കേട്ടോ. രാജാ കേശവദാസ് ആണ് MC റോഡ് നിർമ്മിച്ച ദിവാൻ. ഇനി അടുത്തത്, MC റോഡ് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതാണ്? കേശവദാസപുരം. അപ്പം MC റോഡ് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങള് കേശവദാസപുരം, തിരുവനന്തപുരം, അങ്കമാലി, കേശവദാസപുരം ഇവിടെ തിരുവനന്തപുരം, അങ്കമാലി, എറണാകുളം. അപ്പം ഏതാണ് MC റോഡ് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? കേശവദാസപുരം, തിരുവനന്തപുരം, അങ്കമാലി, എറണാകുളം. ഇനി അടുത്ത് നോക്കിയേ, MC റോഡും NH 66 കൂടി ചേരുന്ന സ്ഥലം കേശവദാസപുരം. കേശവദാസപുരം എവിടെയാണ്? തിരുവനന്തപുരത്ത് അല്ലെ? MC റോഡും NH 66 കൂടി ചേരുന്ന സ്ഥലം എവിടെയാണ്? കേശവദാസപുരം, തിരുവനന്തപുരത്ത്. ഇനി അടുത്തത്, MC റോഡിന്റെ വീതി കൂട്ടുന്നതിന് കേരള സംസ്ഥാന ഗതാഗത വകുപ്പുമായി സഹകരിക്കുന്നത് വേൾഡ് ബാങ്ക് ആണ്. MC റോഡിന്റെ വീതി കൂട്ടുന്നതിന് കേരള സംസ്ഥാന ഗതാഗത വകുപ്പുമായി സഹകരിക്കുന്നത് വേൾഡ് ബാങ്ക് ആണ്.
ഇനി അടുത്തേക്ക് കേരളത്തിൽ ഗതാഗത മേഖലയിൽ ഗവേഷണ പരിശീലന കൺസൾട്ടൻസി പ്രവർത്തനങ്ങൾ നടത്തുന്ന സ്ഥാപനമാണ് നാറ്റ്പാക്. എന്താ നാറ്റ്പാക് നോക്കി? 1976 നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിംഗ് ആൻഡ് റിസർച്ച് സെന്റർ. നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിംഗ് ആൻഡ് റിസർച്ച് സെന്റർ. അപ്പൊ ഞാനൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞോട്ടെ. അപ്പൊ നമ്മളിപ്പോൾ പഠിക്കുന്നത് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തെ കുറിച്ചാണ് അല്ലേ? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ജോഗ്രഫി, വേൾഡ് ജോഗ്രഫി ആയിക്കോട്ടെ, ഇന്ത്യൻ ജോഗ്രഫി ആയിക്കോട്ടെ, അതുപോലെ തന്നെ കേരളത്തിന്റെ ഭൂമിശാസ്ത്ര സവിശേഷതകളായിക്കോട്ടെ, ഇതെല്ലാം നമ്മൾ പഠിച്ച് എക്സാമിന് നമുക്ക് കിട്ടുന്ന മാർക്ക് എന്ന് പറയുന്നത് 5 മാർക്കാണ്. 5 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് വരുന്നത്. അതായത് ജോഗ്രഫിയെ ബേസ് ചെയ്തിട്ട് 5 മാർക്കിനുള്ള ചോദ്യമാണ് വരുന്നത്. 5 മാർക്കിനുള്ള ചോദ്യം മാത്രമേ വരുന്നു എന്ന് കരുതി നമുക്ക് ഇത് വിട്ട് കളയാൻ പറ്റുമോ? ഇല്ല. കാരണം എന്തിയാ, നമുക്ക് ചിലപ്പോൾ റാങ്കിനെ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കട്ട് ഓഫിനെ ഒക്കെ എന്താണ് വലിയ പാടില്ല പഠിക്കാൻ. വലിയ പാടില്ലാത്ത ഭാഗങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു പോവാ. ജസ്റ്റ് ഒന്ന് വായിച്ചാൽ തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരും കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ എന്താണ് 5 മാർക്കിനുള്ള ഭാഗങ്ങളല്ലേ ഉള്ളൂ, ഞാൻ പഠിക്കുന്നില്ല എന്ന് പറഞ്ഞ് നമുക്ക് പഠിക്കാതിരിക്കല്ലേ കേട്ടോ. ഒരു പ്രധാനപ്പെട്ട കാര്യം കാരണം നമുക്കറിയാം മാത്സ്, ഇംഗ്ലീഷ്, മലയാളം പോലുള്ള സബ്ജക്റ്റുകൾ നമുക്ക് പഠിക്കുമ്പോഴത്തേനും കുറച്ച് കട്ട് ഓഫിനടുത്തേക്ക് നമുക്ക് മാർക്ക് എത്തുന്നുണ്ട്. പക്ഷെ എന്താണ്, നമ്മൾ ചെയ്യുന്ന ഒരു മണ്ടത്തരം എന്ന് പറയുന്നത്, ഓക്കെ ഇത് ഒത്തിരി പഠിക്കാനുണ്ട്, ഇതങ്ങ് വിട്ട് കളഞ്ഞേക്കാം, എന്നിട്ട് അതിലേക്ക് ഫോക്കസ് ചെയ്യാം. ഓക്കെ, അതിൽ ഫോക്കസ് ചെയ്തോളൂ, ഒപ്പം തന്നെ എന്ത് ചെയ്യുക, ഇതും കൂടെ പഠിക്കുക. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഒരു എക്സ്ട്രാ ടൈം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് കൊടുക്കുക. അപ്പം കുറച്ചും കൂടെ നമുക്ക് കാര്യങ്ങൾ കുറച്ചും കൂടെ നമുക്ക് മനസ്സിലാക്കി പഠിക്കാനായിട്ട് പറ്റും. അപ്പം സിവിക്സ് ആണെങ്കിലും ശരി, അതുപോലെ തന്നെ എന്താണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കണം, എക്കണോമിക്സ് പഠിക്കണം, ജോഗ്രഫി പഠിക്കണം, ഹിസ്റ്ററിക്ക് നമുക്ക് 10 മാർക്കുണ്ട്. ഹിസ്റ്ററിക്ക് 10 മാർക്കുണ്ട്. അപ്പൊ എന്ത് ചെയ്യുക, ഈ ഒരു ഭാഗങ്ങൾ എന്താണ് കളയരുത് കേട്ടോ. ജോഗ്രഫിയുടെ ഇതൊക്കെ, അതായത് ട്രാൻസ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. ഇപ്പൊ കറണ്ട് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രധാനമായിട്ട് പഠിച്ചിരിക്കുക. ഇത് ഞാനിവിടെ എടുക്കുന്നത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ പറയുന്നത് പോലെ തന്നെ എന്താണ്, നിങ്ങൾ പറയുകയാണ് മിസ്സേ ഇന്ന ക്ലാസ് എടുക്കണമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും എടുത്തു തരും കേട്ടോ. അപ്പൊ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിച്ചു പോവുക. അപ്പൊ ഞാനിത് ബാക്കി എടുക്കട്ടെ കേട്ടോ. ശ്രദ്ധിച്ചിരിക്കുക. ഞാനത് പറഞ്ഞത് നിങ്ങൾ വിട്ട് കളയരുത് എന്നുള്ളത് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഒത്തിരി പഠിക്കാനുണ്ട് മിസ്, അതുകൊണ്ട് ഞങ്ങൾ ഇത് നോക്കുന്നില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തരുത്. കാരണം ഇത് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ കട്ട് ഓഫിലേക്ക് എത്തിക്കാനായിട്ട് ഒത്തിരി പാടില്ലാന്ന് നമുക്ക് എത്താൻ പറ്റും. അപ്പം അതുപോലെ തന്നെ റാങ്ക് ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ട്. സർവീസിൽ പെട്ടെന്ന് എല്ലാവർക്കും എക്സാം എഴുതുന്ന എല്ലാവർക്കും തന്നെ സർവീസിൽ കയറാൻ കഴിയട്ടെ എന്നാണ് എപ്പോഴും പ്രാർത്ഥിക്കുക. അപ്പം ഞാൻ ക്ലാസ്സിലോട്ട് ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. അപ്പം കേരളത്തിലെ ഗതാഗത മേഖലയിൽ ഗവേഷണ പരിശീലന കൺസൾട്ടൻസി പ്രവർത്തനങ്ങൾ നടത്തുന്ന സ്ഥാപനമാണ് നാറ്റ്പാക്. അപ്പൊ എന്താണ് നാറ്റ്പാക് എന്ന് പറഞ്ഞു? എന്താ? നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിംഗ് റിസർച്ച് സെന്റർ ആണ് ഈ നാറ്റ്പാക് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കിയേ, ഈ നാറ്റ്പാക് ആസ്ഥാനം ആക്കുളത്താണ്. നാറ്റ്പാക്കിന്റെ ആസ്ഥാനം എവിടെയാണ്? ആക്കുളം. തിരുവനന്തപുരത്തെ ആക്കുളമാണ് ഈ നാറ്റ്പാക്കിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. കേരള പൊതുമരാമത്ത് വകുപ്പിന് കീഴിലുള്ള റിസർച്ച് സ്ഥാപനമാണ് എന്ത്? കേരള ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. കേട്ടോ, ഏതാണ്? കേരള പൊതുമരാമത്ത് വകുപ്പിന് കീഴിലുള്ള റിസർച്ച് സ്ഥാപനമാണ് ഏത്? കേരള ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത്. ഇനി അടുത്ത് നോക്കിയേ, ഇലക്ട്രിക് ബസ് ഓടിത്തുടങ്ങിയ 6ാമത്തെ സംസ്ഥാനമാണ് കേരളം. ഇലക്ട്രിക് ബസ് ഓടിത്തുടങ്ങിയ 6ാമത്തെ സംസ്ഥാനമാണ് നമ്മുടെ കേരളം. അതുപോലെ തന്നെ മലബാറിൽ ആദ്യമായി റോഡുകൾ നിർമ്മിച്ചത് ആരാണ്? ടിപ്പു സുൽത്താനാണ് കേട്ടോ. മലബാറിൽ ആദ്യമായിട്ട് റോഡുകൾ നിർമ്മിച്ചത് ടിപ്പു സുൽത്താനാണ്. ഇനി അടുത്ത് നോക്കിയേ, അടുത്തതിലേക്ക് പോകാം. നമുക്ക് ജലഗതാഗതം നോക്കിയേ. ഏറ്റവും ചെലവ് കുറഞ്ഞ ഗതാഗത മാർഗമാണ് ജലഗതാഗതം എന്ന് നമുക്കറിയാം അല്ലേ? ഇനി കേരളത്തിലെ ഉൾനാടൻ ജലഗതാഗത പാതയുടെ ദൈർഘ്യം എത്രയാണെന്ന് നോക്കിയേ, 1687 കിലോമീറ്റർ ആണ്. ആസ് പെർ കേരള സ്റ്റേറ്റ് ഇക്കണോമിക് റിവ്യൂ 2023. 2023 കേരള സ്റ്റേറ്റ് ഇക്കണോമിക് റിവ്യൂവിന്റെ അടിസ്ഥാനത്തിൽ എത്ര ദൈർഘ്യമാണ് ജലഗതാഗത പാതയുടെ ദൈർഘ്യം എത്രയാണ്? 1687 കിലോമീറ്റർ ആണ്. നോക്കിയേ, കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമതീര കനാൽ ഏത് ജലപാതയുടെ ഭാഗമാണത്? ദേശീയ ജലപാത 3ന്റെ. ദേശീയ ജലപാത 3ന്റെ. ഏതാണ്? കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള, കൊല്ലം ടു കോട്ടപ്പുറം വരെയുള്ള പശ്ചിമതീര കനാൽ ദേശീയ ജലപാത 3 ജലപാതയുടെ ഭാഗമാണ് കേട്ടോ. ദേശീയ ജലപാത 3ന്റെ
ഏതാണ് ഭാഗമാണ്. നോക്കിയേ, ദേശീയ ജലഗതാഗത നിയമത്തിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് എന്നാണ്? 2016 മാർച്ച് 25-നാണ്. ദേശീയ ജലഗതാഗത നിയമത്തിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചതെന്നാണ്? അത് 2016 മാർച്ച് 25-നാണ്. ഇനി അടുത്ത നോക്കിയേ, ഈ നിയമപ്രകാരം നിലവിൽ ഇന്ത്യയിലെ ആകെ ദേശീയ ജലപാതകളുടെ എണ്ണം 111. ഏത് നിയമപ്രകാരമാണ്? നമ്മൾ കണ്ട ഈ നിയമപ്രകാരം. ദേശീയ ജലഗതാഗത നിയമത്തിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചതെന്നാണ്? 2016 മാർച്ച് 25-നാണെന്ന് പറഞ്ഞു. അപ്പം ഈ ഒരു നിയമപ്രകാരം നിലവിൽ ഇന്ത്യയിലെ ആകെ ദേശീയ ജലപാതകളുടെ എണ്ണം എത്രയാണ്? 111. ഇന്ത്യയിലെ ആകെ ജലപാതകളുടെ എണ്ണം എത്രയാണ്? 111. ഈ ദേശീയ ജലഗതാഗത നിയമപ്രകാരം കേരളത്തിലെ ആകെ ജലപാതകളുടെ എണ്ണം എത്രയാണ്? അത് 4 എണ്ണമാണ്. ദേശീയ ജലഗതാഗത നിയമപ്രകാരം കേരളത്തിലെ ആകെ ജലപാതകളുടെ എണ്ണം എത്രയാണ്? 4 ആണ്. 1. ഇന്ത്യയിലെ ആകെ ദേശീയ ജലപാതകളുടെ എണ്ണം എത്രയാണ്? 111 ആണ്. ദേശീയ ജലഗതാഗത നിയമപ്രകാരം കേരളത്തിലെ ആകെ ജലപാതകളുടെ എണ്ണം എത്രയാണ്? 4 ആണ്. ഇനി നോക്കിയേ, ഈസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്നത് നാഷണൽ വാട്ടർവേ 5 ആണ് കേട്ടോ. നാഷണൽ വാട്ടർവേ 5 ആണ്. അപ്പൊ നമ്മളിവിടെ നാഷണൽ വാട്ടർവേ 3 കണ്ടു. ഏത്? കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ കനാൽ ഏത് ജലപാതയുടെ ഭാഗമാണ്? നാഷണൽ വാട്ടർവേ 3 ആണ് അല്ലേ? ഇത് നോക്കിയേ, ഇവിടെ നമ്മൾ 5 കണ്ടു, നാഷണൽ വാട്ടർവേ 5 കണ്ടു. ഈസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്നത് നാഷണൽ വാട്ടർവേ 5 ആണ്. ഇനി വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്നത് നാഷണൽ വാട്ടർവേ 3 ആണ്. കേരളത്തിൽ ആദ്യത്തെ ജലവിമാന സർവീസ് നടന്നത് അഷ്ടമുടിക്കായലിലാണ്. 2013 ജൂൺ 2-നാണ്. 2013 ജൂൺ 2-നാണ് കേരളത്തിൽ ആദ്യത്തെ ജലവിമാന സർവീസ് നടന്നത്. 2013 ജൂൺ 2-ന് അഷ്ടമുടിക്കായലിലാണ്. മനസ്സിലായല്ലോ? ഇനി അടുത്തത്, കേരളത്തിൽ ജലവിമാന സർവീസ് ആരംഭിച്ചത് കൈരളി ഏവിയേഷൻ ആണ് കേട്ടോ. കൈരളി ഏവിയേഷൻ ആണ്. കേരളത്തിൽ ജലവിമാന സർവീസ് ആരംഭിച്ചത് കൈരളി ഏവിയേഷൻ ആണ്. അതുപോലെ തന്നെ കേരളത്തിൽ സർവീസ് ആരംഭിച്ച ആദ്യത്തെ അതിവേഗ AC ബോട്ട് വേഗ 120 വൈക്കം ടു എറണാകുളം. വേഗ 120 വൈക്കം ടു എറണാകുളം. കേരളത്തിൽ സർവീസ് ആരംഭിച്ച ആദ്യത്തെ അതിവേഗ AC ബോട്ടാണ് വേഗ 120. ഇനി അടുത്ത നോക്കിയേ, കേരളത്തിൽ ആദ്യമായി വാട്ടർ ടാക്സി സർവീസ് നിലവിൽ വരുന്ന ജില്ലകൾ ഏതൊക്കെയാണ്? അത് എറണാകുളവും ആലപ്പുഴയുമാണ്. കേരളത്തിൽ ആദ്യമായി വാട്ടർ ടാക്സി സർവീസ് നിലവിൽ വരുന്ന ജില്ലകൾ എറണാകുളവും ആലപ്പുഴയുമാണ്. ഇനി അടുത്തത്, ഇന്ത്യയിലെ ആദ്യ സോളാർ ബോട്ട് ആദിത്യ. ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ ബോട്ട് ആദിത്യ. ഇനി അടുത്തത്, കേരളത്തിൽ ആദ്യ ജല ആംബുലൻസ് ആരംഭിച്ചത് ആലപ്പുഴ. കേരളത്തിലെ ആദ്യ ജല ആംബുലൻസ് ആരംഭിച്ചത് ആലപ്പുഴ, ചേർത്തലയിലാണ് കേട്ടോ. എന്താണ്? കേരളത്തിലെ ആദ്യ ജല ആംബുലൻസ് ആരംഭിച്ചത് ആലപ്പുഴ ജില്ലയിലാണ്. ഇനി അടുത്തതിലേക്ക് പോകാം, ശ്രദ്ധിച്ചിരിക്കുക, റെയിൽ ഗതാഗതം. അപ്പൊ നമ്മള് റോഡ് പറഞ്ഞു, അതുപോലെ തന്നെ എന്താണ്, വാട്ടർ പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് റെയിലാണ്. കേരളത്തിൽ ആദ്യത്തെ ട്രെയിൻ സർവീസ് ആരംഭിച്ചത് എന്നാണ്? അത് 1861 മാർച്ച് 12-ന് തിരൂർ ടു ബേപ്പൂർ ആണ്. കേരളത്തിൽ ആദ്യത്തെ ട്രെയിൻ സർവീസ് ആരംഭിച്ചത് 1861 മാർച്ച് 12-ന്. കേരളത്തിലെ റെയിൽവേ ശൃംഖലയുടെ ആകെ ദൈർഘ്യം എത്രയാണ്? 2106 കിലോമീറ്റർ ആണ്. 2106 കിലോമീറ്റർ ആണ്. റണ്ണിംഗ് ട്രാക്ക് ഉൾപ്പെടെയാണ് ആസ് പെർ കേരള സ്റ്റേറ്റ് ഇക്കണോമിക് റിവ്യൂ 2023. ഇത് നോക്കിയേ, തിരുവിതാംകൂറിൽ ആദ്യമായി റെയിൽവേ ഗതാഗതം ആരംഭിച്ചത് എന്നാണ്? 1904 നവംബർ 26-ന് ചെങ്കോട്ട ടു പുനലൂർ ആയിരുന്നു കേട്ടോ. 1904 നവംബർ 26-ന് ചെങ്കോട്ട ടു പുനലൂർ. ഇനി നോക്കിയേ, കേരളത്തിലെ റെയിൽവേ ഡിവിഷനുകൾ തിരുവനന്തപുരം, പാലക്കാട്. കേരളത്തിലെ റെയിൽവേ ഡിവിഷനുകൾ തിരുവനന്തപുരം, പാലക്കാട്. കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ ഡിവിഷൻ പാലക്കാട് ഡിവിഷൻ ആണ് കേട്ടോ. പാലക്കാട് ഡിവിഷൻ 1956 ആണ്. ഇനി അടുത്തത്, പഴയ പേര് ഒലവക്കോട് ഡിവിഷൻ എന്നായിരുന്നു കേട്ടോ. പഴയ പേര് ഒലവക്കോട് ഡിവിഷൻ എന്നായിരുന്നു. അപ്പൊ കേരളത്തിലെ ആദ്യ റെയിൽവേ ഡിവിഷൻ പാലക്കാട് ഡിവിഷൻ 1956. പഴയ പേര് ഒലവക്കോട് ഡിവിഷൻ എന്നായിരുന്നു. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം, ശ്രദ്ധിച്ചിരിക്കാം. കേരളത്തിലെ റെയിൽവേ ജംഗ്ഷനുകളുടെ എണ്ണം എത്രയാണ്? 5. ഏതൊക്കെയാ? കൊല്ലം, കായംകുളം, എറണാകുളം, ഷൊർണൂർ, പാലക്കാട്. കേരളത്തിലെ ജംഗ്ഷനുകൾ, റെയിൽവേ ജംഗ്ഷനുകളുടെ എണ്ണം 5. കൊല്ലം, കായംകുളം, എറണാകുളം, ഷൊർണൂർ, പാലക്കാട്.
ഇനി അടുത്ത് നോക്കിയേ, കേരളത്തിലെ തെക്കേ അറ്റത്തെ റെയിൽവേ ജംഗ്ഷൻ ഏതാണ്? അത് കൊല്ലമാണ്. നമ്മുടെ കൊല്ലമാണ് കേരളത്തിലെ തെക്കേ അറ്റത്തെ റെയിൽവേ ജംഗ്ഷൻ കൊല്ലമാണ്. ഇനി അടുത്തത്, റെയിൽവേ സർവീസ് ഇല്ലാത്ത കേരളത്തിലെ ജില്ലകൾ ഏതൊക്കെയാണ്? ഇടുക്കി, വയനാടാണ് അല്ലെ? നമുക്കറിയാം ഇടുക്കി വയനാടുമാണ് റെയിൽവേ സർവീസ് ഇല്ലാത്ത കേരളത്തിലെ ജില്ലകൾ. ഇനി അടുത്ത് നോക്കിയേ, കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? ഷൊർണൂർ ആണ് കേട്ടോ. പാലക്കാടിലെ നമ്മുടെ പാലക്കാട്ടെ ഷൊർണൂർ ആണ് കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ. ഇനി അടുത്ത് നോക്കിയേ, കേരളത്തിലെ ഏറ്റവും തിരക്കേറിയ റെയിൽവേ സ്റ്റേഷൻ തിരുവനന്തപുരമാണ്. കേരളത്തിലെ ഏറ്റവും തിരക്കേറിയ റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? തിരുവനന്തപുരമാണ്. ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ? ഇനി അടുത്ത് നോക്കിയേ, ഏറ്റവും കൂടുതൽ റെയിൽവേ സ്റ്റേഷനുകളുള്ള ജില്ല തിരുവനന്തപുരമാണ്. 20 സ്റ്റേഷനുകളാണ് ഉള്ളത് കേട്ടോ. ഏറ്റവും കൂടുതൽ റെയിൽവേ സ്റ്റേഷനുകളുള്ള ജില്ല തിരുവനന്തപുരം. ഇനി ഒരു റെയിൽവേ സ്റ്റേഷൻ മാത്രമുള്ള ജില്ല അത് നമ്മുടെ പത്തനംതിട്ടയാണ് കേട്ടോ. തിരുവല്ലയിൽ മാത്രമാണ് എന്തോ റെയിൽവേ സ്റ്റേഷൻ ഉള്ളത്. എവിടെ? പത്തനംതിട്ട ജില്ലയില്. അപ്പം ഒരു റെയിൽവേ സ്റ്റേഷൻ മാത്രമുള്ള ജില്ല പത്തനംതിട്ട. ഇവിടെ മാത്രമേ ഉള്ളൂ, തിരുവല്ലയില്. ഇനി അടുത്ത് നോക്കി, കേരളത്തിലെ ആദ്യ ഇലക്ട്രിക് ട്രെയിൻ പാത ഏതാണ്? അത് എറണാകുളം ടു ഷൊർണൂർ ആണ് കേട്ടോ. കേരളത്തിലെ ആദ്യ ഇലക്ട്രിക് ട്രെയിൻ പാത എറണാകുളം ടു ഷൊർണൂർ ആണ്. ഇനി അടുത്തത്, കേരളത്തിലെ ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിക്കുന്ന ദിവസേനയുള്ള ട്രെയിൻ സർവീസ് കേരള എക്സ്പ്രസ്, തിരുവനന്തപുരം ടു ന്യൂഡൽഹി. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിക്കുന്ന ദിവസേനയുള്ള ട്രെയിൻ സർവീസ് ആണ് കേരള എക്സ്പ്രസ്. ഇനി ചെന്നൈ, കൊല്ലം എന്നീ സ്ഥലങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് ആരംഭിച്ച ട്രെയിൻ സർവീസ് ഏതാണ്? താമ്പരം കൊല്ലം എക്സ്പ്രസ്. നോക്കിയേ, എറണാകുളം ആലപ്പുഴ തീരദേശ റെയിൽപാത ആരംഭിച്ച വർഷം 1989. ഇനി അടുത്തത്, ഈ ഇയർ ഒക്കെ നോക്കിയോണെങ്കിൽ കേട്ടോ. ഇനി കൊല്ലം എറണാകുളം പാതയിലാണ് കേരളത്തിലെ ആദ്യ മെമു സർവീസ് ആരംഭിച്ചത്. ഇനി എറണാകുളം ആലുവ പാതയിലാണ് ഇന്ത്യയിലെ ആദ്യ ഡെമോ സർവീസ് ആരംഭിച്ചത്. കൊല്ലം എറണാകുളം പാതയിലാണ് മെമു സർവീസ് ആരംഭിച്ചത്. എറണാകുളം ആലുവ പാതയിലാണ് ഡെമോ സർവീസ് ആരംഭിച്ചത്. ഇനി അടുത്ത് നോക്കിയേ, ഇനി വ്യോമഗതാഗതം നോക്കുക, ശ്രദ്ധിക്കുക. കേരളത്തിലേക്ക് നടത്തിയ ആദ്യ വിമാന സർവീസ് ടാറ്റ സൺസ് കമ്പനിയുടെ എയർമെയിൻ സർവീസ് 1935 കേട്ടോ. ഇനി അടുത്തത്, കേരളത്തിൽ നിന്നുള്ള ആദ്യ വിമാന സർവീസ് തിരുവനന്തപുരം ടു മുംബൈ ആയിരുന്നു. തിരുവനന്തപുരത്തേക്ക് ആദ്യമായി വിമാന സർവീസ് ആരംഭിച്ച കമ്പനി ടാറ്റ എയർലൈൻസ് ആയിരുന്നു. ഇനി ഇന്ത്യയിൽ മെട്രോപൊളിറ്റൻ നഗരത്തിന് പുറത്ത് അന്താരാഷ്ട്ര വിമാനത്താവളമായി പ്രഖ്യാപിക്കപ്പെട്ട ആദ്യ വിമാനത്താവളമാണ് തിരുവനന്തപുരം വിമാനത്താവളം. ഇനി അടുത്തത്, കേരളത്തിലെ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ തിരുവനന്തപുരം, കണ്ണൂര്, നെടുമ്പാശ്ശേരി, കരിപ്പൂര്. അറിയാമല്ലോ, ഇതൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ് അല്ലേ? ഇനി കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ചത് VS അച്യുതാനന്ദനാണ്. 2010 ഡിസംബറിലാണ് VS അച്യുതാനന്ദൻ കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ശിലാസ്ഥാപനം നടത്തിയത്. ഇനി അടുത്തത്, കണ്ണൂർ വിമാനത്താവളത്തിന്റെ നിർമ്മാണ ചുമതല വഹിച്ച കമ്പനി ഏതാണ്? അത് കിൻഫ്രയാണ് കേട്ടോ. കണ്ണൂർ വിമാനത്താവളത്തിന്റെ നിർമ്മാണ ചുമതല വഹിച്ച കമ്പനിയാണ് കിൻഫ്ര. ഇനി അടുത്തത്, കേന്ദ്ര സർക്കാരിന്റെ ഉഡാൻ പദ്ധതിയിൽ ഉൾപ്പെട്ട കേരളത്തിലെ വിമാനത്താവളം ഏതാണ്? അത് കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. കേന്ദ്ര സർക്കാരിന്റെ ഉഡാൻ പദ്ധതിയിൽ ഉൾപ്പെട്ട കേരളത്തിലെ വിമാനത്താവളമാണ് കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളം. ഇനി കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ആദ്യ ചെയർമാൻ ആരായിരുന്നു? അത് പിണറായി വിജയനായിരുന്നു. അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ആദ്യ ചെയർമാൻ പിണറായി വിജയനായിരുന്നു. നോക്കിയേ, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ഉദ്ഘാടനം നടന്നത് 2018 ഡിസംബർ 9 കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ഉദ്ഘാടനം നടന്നത് എന്നായിരുന്നു? 2018 ഡിസംബർ 9 അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ട്രാൻസ്പോർട്ട് സിസ്റ്റം ആയിരുന്നു. എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? റോഡ്, എയർ, വാട്ടർ, റെയിൽ, ഇത്രയും ട്രാൻസ്പോർട്ട് സിസ്റ്റത്തെ കുറിച്ച് നമ്മൾ പഠിച്ചു. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കറണ്ട് അഫെയറും വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. അപ്പം വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്, വളരെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു പോയേക്കുന്നത്. അപ്പം ഏതെങ്കിലും തരത്തിലുള്ള സജഷൻസ് ഒക്കെ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ ഇന്ന ക്ലാസ് തരുമായിരുന്നെങ്കിൽ നല്ലതാണ് എന്ന് പറഞ്ഞാലും അത് അത്തരം ഒരു ക്ലാസ്സുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. കാരണം നിങ്ങളുടെ സജഷൻസ് അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന ക്ലാസ് ഒക്കെ തീർച്ചയായിട്ടും തരുന്നതായിരിക്കും കേട്ടോ.
കേട്ടോ. അപ്പം മെയിനായിട്ട് എനിക്ക് കേൾക്കേണ്ടത് സജഷൻസ് ആണ്. ഏതെങ്കിലും തരത്തിലുള്ള ഇമ്പ്രൂവ്മെന്റ്സ് ഒക്കെ വരുത്തണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പറയുന്നതനുസരിച്ച് മാറ്റം കൊണ്ടുവരുന്നതായിരിക്കും കേട്ടോ. അപ്പം ഇതുപോലെയുള്ള ക്ലാസ്സുകളുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ചലഞ്ചർ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കൃത്യമായിട്ട് നമ്മുടെ കോഴ്സുകൾ പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചലഞ്ചർ ആപ്പിന്റെ ഇൻസ്റ്റഗ്രാം പേജും ടെലഗ്രാം പേജും ഫോളോ ചെയ്യുക. മെയിനായിട്ട് നമ്മൾ തരുന്ന ക്ലാസ്സിന്റെ കൃത്യമായിട്ടുള്ള PDF-കൾ ടെലഗ്രാം പേജിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പം കൃത്യമായിട്ട് പഠിച്ച് നല്ലൊരു വിജയത്തിലെത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.